അതിനെക്കുറിച്ചുള്ള അഭിപ്രായം, ഒന്നാമത്തെ അഭിപ്രായം, അതിനകത്ത് എന്താണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും കൃത്യമായി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ പല പല ജില്ലകളിലായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊല്ലം ജില്ലയിൽ നടന്ന വലിയൊരു ഇൻസിഡന്റ് ആണ്. അപ്പോൾ ഈ ഇൻസിഡൻസിനെ സോഷ്യൽ മീഡിയ ഭയങ്കരമായി ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം പല വീഡിയോസ് കാണുമ്പോൾ നമുക്ക് വേദനയുണ്ട്. അതിലൂടെ ജെൻഡറിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറെ ട്രോളുകൾ വരുന്നുണ്ട്. അതിനെ ഒരിക്കലും മനുഷ്യർ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. ദയവ് ചെയ്ത് പറഞ്ഞത് ട്രാൻസ് മനുഷ്യരിലാണെങ്കിലും സാധാരണ അതായത് സിസ്ജെൻഡർ മനുഷ്യരിലാണെങ്കിലും എല്ലാ മനുഷ്യരിലും തെറ്റുകാരും അല്ലാത്ത ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. തെറ്റ് ചെയ്തവർ ഉറപ്പായിട്ടും ശിക്ഷ അനുഭവിക്കട്ടെ. ആരായാലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. ഞങ്ങൾ അങ്ങനെ തന്നെ പറയാം, ആരെല്ലാം ശിക്ഷയപ്പെടണം. ഇപ്പൊ നമ്മൾ അതുപോലെ സ്റ്റേറ്റും ജില്ലയും എല്ലാം കൂടെ ചേർന്നിട്ട് അതിനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നിയമപാലകനുള്ള തീരുമാനം എടുക്കണം. പിന്നെ അതുപോലെ തന്നെ അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ അത് ഇത്രയും 20 പേര് ഏകദേശം റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു പ്ലേസിൽ അവർ ഒരുപാട് നീതി നിഷേധം അനുഭവിക്കപ്പെട്ടിട്ടുണ്ട്. അത് കൊണ്ടിട്ടാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായത് പോലും അവർ പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കിയത്. അതും നമ്മൾ പ്രത്യേകം പറയണം. അല്ലാതെ തീ ഇല്ലാതെ പുക ഉണ്ടാവത്തില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടത് കൊണ്ടാണ് അവർ അത്തരത്തിലുള്ള ഒരു അക്രമവാസന അഴിച്ചുവിട്ടത്. അവരിൽ നിന്ന് മാത്രമല്ല, ഡിജിറ്റൽ തെളിവുകൾ എത്രത്തോളം ഉണ്ടായെന്നുള്ളത് അവരെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടാവാം. അത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് മനുഷ്യരായി കഴിഞ്ഞാൽ. പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരിക്കലും. അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷ അനുഭവിക്കും. നിയമപാലകർ ചേർത്ത് പിടിക്കാത്തത് തന്നെയാണ് മെയിൻ കാരണം. അവിടെ കൊല്ലത്ത് ഭയങ്കര പ്രശ്നം. കൊട്ടാരക്കര സ്റ്റേഷനിലൊക്കെ ആരും ചേർത്ത് പിടിക്കുക ഒന്നും ചെയ്യുന്നില്ല. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അവർ വെറുപ്പായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ കൊണ്ടാകുമ്പോൾ അവർക്ക് വേദന ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ പ്രൊട്ടസ്റ്റ് നടത്തിയത്. പക്ഷെ ആ പ്രൊട്ടസ്റ്റ് ഇത്തിരി വലിയ രീതിയിലായിപ്പോയി. നമ്മൾ ഒരുപാട് പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ട്. അത് കൃത്യമായി നല്ല രീതിയിലൊക്കെ ഉള്ള ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടല്ല നടത്തിയത്. അത് കൂടാണ്ട് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാതെയാണ് അവർ പ്രൊട്ടസ്റ്റ് നടത്തിയത്. അപ്പോൾ ഒരു അക്രമം ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി. അത് മീഡിയ ഏറ്റെടുത്തു. അപ്പൊ അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. അത് ദിനംപ്രതി അത് ജീവിതത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും പരിക്കുണ്ട്. ഇപ്പൊ നിലവിൽ ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ട്രോളുകൾ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ട് ഒരു വിഭാഗത്തെ തന്നെ, ഒരു ട്രാൻസ് മനുഷ്യരെ തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് പറയുന്നത്. എല്ലാവരും തെറ്റുകാരല്ല, ഞങ്ങളെപ്പോലുള്ള ഒരുപാട് നല്ല മനുഷ്യരും ഉണ്ട്. അപ്പോൾ തെറ്റ് ചെയ്ത ആൾക്കാർ നിയമത്തിന്റെ മുമ്പിൽ വരട്ടെ, അവർ ശിക്ഷ അനുഭവിക്കട്ടെ. പക്ഷെ അല്ലാത്ത ആൾക്കാരെയും ഇതുപോലെ എന്തൊക്കെയാ പറയുന്നത്, ഇവരെ കൊല്ലണം, ഇവരെ തല്ലിക്കൊല്ലണം, തീ വെക്കണം. കേരളത്തിൽ മൊത്തത്തിലുള്ള കമ്മ്യൂണിറ്റീസിനെ മൊത്തത്തിലാണ് അടച്ചാക്ഷേപിച്ച് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇന്നും ഓൾറെഡി ഉണ്ടായില്ലേ, തൃശ്ശൂർ KSRTC ബസ്സിൽ യുവതിയുടെ നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ഒരു ധീര പുരുഷനായിട്ടുള്ള വടകര സ്വദേശി സവാദ്. അപ്പൊ അതൊക്കെ ആണെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും പറയുന്നത് അവർ ചെയ്തത് ശരിയെന്നല്ല പറയുന്നത്. തെറ്റ് ചെയ്താൽ ആരായാലും ശിക്ഷ അനുഭവിക്കണം. സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിലുള്ള? എവിടെ ഉണ്ടോന്ന് അതിലെ സുഹൃത്തുക്കൾ ഞങ്ങളെല്ലാവരും സുഹൃത്തുക്കളാണല്ലോ. ഇപ്പൊ നമ്മുടെ ഓരോരോ ഓർഗനൈസേഷൻ പ്രോഗ്രാമുകളും അത് കണ്ടക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഓരോ ജില്ലകളിൽ നിന്നൊക്കെ വരും. അതിപ്പോ കൊല്ലം, കൊട്ടാരക്കര, ആലപ്പുഴ അങ്ങനെ ഒരു മാറ്റം, കൊച്ചിയൊന്നുമില്ല. നമ്മൾ ട്രാൻസ്ഫെസ്റ്റ് വന്ന സമയത്തൊക്കെ പരിചയമുള്ളവരൊക്കെ തന്നെയാണ് കുറെ പേര്. അതിന്റെ അകത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ സംഭവിച്ചത്, അത് സംഭവിച്ചു പോയി. അവർക്ക് നീതി കിട്ടാത്തത് കൊണ്ട് അവർ അതിന് പ്രൊട്ടസ്റ്റ് ചെയ്തു. പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം കൂടിയപ്പോൾ ഭയങ്കരമായി അത് ഒരു അതിക്രമം ചെയ്ത ആൾക്കാരെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് വലിയ വിഷയമായി മാറിയിട്ടുണ്ട്. റിമാൻഡ് ചെയ്ത ആൾക്കാരെ ശിക്ഷ അനുഭവിക്കട്ടെ, അല്ലെങ്കിൽ സാഹചര്യ തെളിവുകൾ ഉണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ.